നമ്മുടെ കമന്റ് ബോക്സിൽ ചോദിക്കുന്നുണ്ട്. ദോ വരുന്നു കപ്പൽ യാത്ര. കടൽ കണ്ടും കാറ്റേറ്റും പ്രേക്ഷകർക്ക് 24-ന്റെ ദീപാവലി സമ്മാനം. പ്രേക്ഷകർക്കായി നിയോ ക്ലാസിക് ക്രൂയിസ് ആൻഡ് ടൂറിസവുമായി ചേർന്നാണ് ആഡംബര നൗകയിലെ യാത്ര സംഘടിപ്പിച്ചത്. ചോദ്യോത്തര മത്സരത്തിൽ പങ്കെടുത്ത് വിജയിച്ച പ്രേക്ഷകർക്കാണ് യാത്ര ഒരുങ്ങിയത്. അസ്തമയ സൂര്യന്റെ രശ്മികൾ പതിച്ചപ്പോൾ തിളങ്ങി നിൽക്കുന്ന അറബിക്കടൽ. ആർത്തുയരുന്ന തിരമാലകളുടെ കിന്നാരം പറച്ചിൽ കേട്ട് അറബിക്കടലിലേക്കുള്ള യാത്ര. കടൽ കണ്ടും കാറ്റേറ്റും പ്രേക്ഷകർക്ക് 24-ന്റെ ദീപാവലി സമ്മാനം. ദീപാവലിക്ക് പ്രേക്ഷകർക്ക് മുന്നിൽ വെച്ച ചോദ്യങ്ങൾക്ക് ശരിയായ ഉത്തരം നൽകുന്നവർക്ക് ഒരു ലക്ഷറി കടൽ യാത്രയായിരുന്നു 24-ന്റെ പ്രഖ്യാപനം. ദീപാവലി ദിനത്തിൽ പ്രേക്ഷകർക്കായി 24 പ്രഖ്യാപിച്ച സമ്മാനമാണ്. അത് ഓർമ്മയുണ്ടല്ലോ, കൊച്ചിയിലൊരു കപ്പൽ യാത്ര. മത്സരത്തിൽ പങ്കെടുത്ത് വിജയിച്ച 50 പേർക്കും അവർക്കൊപ്പമെത്തിയ 50 പേർക്കും രാജകീയ കപ്പൽ യാത്രയൊരുക്കി 24. കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നെത്തിയ 24 പ്രേക്ഷകർ നിയോ ക്ലാസിക് ക്രൂസ് ആൻഡ് ടൂർസിന്റെ ക്ലാസിക് ഇംപീരിയൽ കപ്പലിൽ അറബിക്കടലിലേക്ക് നീങ്ങി. കൊച്ചിയുടെ ദൃശ്യഭംഗിയും ചരിത്രവും അറിയാനുള്ള അവസരവും യാത്ര പ്രേക്ഷകർക്കായി ഒരുക്കി. ഫ്ലവേഴ്സ് ചീഫ് മാനേജർ ഉഷ ശ്രീകണ്ഠൻ നായർ യാത്രയുടെ ഭാഗമായി. ഭയങ്കര സന്തോഷമായ, അതിലേറെ അഭിമാനമുണ്ട് 24-ന്റെ കെയർ ഓഫിൽ ഇങ്ങനെ വരുന്നത്. ശരിക്കും നമ്മളൊരു കോമ്പറ്റീഷൻ നടത്തി, അങ്ങനെ അതിൽ വിന്നറായവർ 50 ഫാമിലി എന്ന് പറഞ്ഞാൽ എല്ലാ ജില്ലകളിൽ നിന്നും ഉള്ളവരാണ്. ക്ലാസിക് ഇംപീരിയൽ അതിൻ്റെ കപ്പലാണ്. നല്ല എൻ്റർടൈൻമെൻ്റ് ആയിരുന്നു. വന്നില്ലെങ്കിൽ ഒരു നഷ്ടമായിരുന്നു ശരിക്കും. കടൽ കണ്ടും കാറ്റേറ്റും എന്ന പ്രോഗ്രാമിൻ്റെ ഭാഗമായിട്ട് ഇവിടെ എത്തിച്ചേർന്ന എല്ലാ 24-ന്റെ പ്രേക്ഷകർക്കും ആദ്യം തന്നെ നിയോ ക്ലാസിക് ക്രൂസ് ആൻഡ് ടൂർസ് പ്രൈവറ്റ് ലിമിറ്റഡിൻ്റെ ക്ലാസിക് ഇംപീരിയൽ എന്ന IRS ക്ലാസ് വെസലിലേക്ക് ഹാർദമായ സ്വാഗതം. കൊച്ചി കായലിൽ ആരംഭിച്ച കപ്പൽ യാത്ര തിരകളിൽ ഓളം തള്ളി ഉൾക്കടലിലേക്ക്. യാത്ര ഏറെ ആസ്വദിച്ച് പ്രേക്ഷകർ. 24-ന്റെ പ്രോഗ്രാം ആകുമ്പോഴത്തേന് SKN സാറിൻ്റെ ഇതല്ലേ ഇത് ചെയ്യുന്നത്, അപ്പം പിന്നെ വരാണ്ടിരിക്കാൻ പറ്റുമോ? സൂപ്പറായിട്ടുണ്ട്. കുറേ പ്രാവശ്യമായിട്ട് നോക്കുന്നു. ആദ്യം ഓണക്കോടി നോക്കി, അത് കിട്ടിയില്ല. രണ്ടാമത് കുട നോക്കി, അത് കിട്ടിയില്ല. ഇപ്പം മൂന്നാമത് വന്നപ്പം ലോട്ടറി അടിച്ചു, അതാണ്. അപ്പം താങ്ക് യു 24. യാത്ര സുഖം. ആദ്യമായിട്ടിരിക്കുന്നത് 24-ന്റെ സ്ഥിരം പ്രേക്ഷകനാണ്. ഒത്തിരി സന്തോഷമുണ്ട് ഇങ്ങനെ ഒരു യാത്രയുടെ ഭാഗമായത്. ഒരു ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ ഒരു കോൺടെസ്റ്റിൽ പങ്കെടുത്ത് ഇങ്ങനെ ഒരു എക്സ്പീരിയൻസ്. അടിപൊളിയായിട്ടുണ്ട്, സൂപ്പർ. വിചാരിച്ചില്ല 24 ഇങ്ങനെ ഒരു അവസരം കിട്ടുമെന്ന്. അല്ല, കിട്ടിയപ്പോൾ ഭയങ്കര സന്തോഷം. ഞാൻ അയച്ചു, ലക്കിനാണെന്ന് തോന്നുന്നു കിട്ടിയത്. സൂപ്പർ എക്സ്പീരിയൻസ്. നമ്മുടെ 24-ലെ കമൻറ്റ് ബോക്സിൽ എല്ലാവർക്കും വേണ്ടിയിട്ടാണ് ഹരി ഗോവിന്ദും ഞാനും വന്നേക്കണം. ഞങ്ങൾ കമൻറ്റ് ബോക്സിലുള്ളവർ ഞങ്ങളുടെ ഒരു ഫാമിലി പോലെയാണ് ആ കമൻറ്റ് ബോക്സ് എന്ന് പറയുന്നത്. അപ്പോൾ 24-ന് ഇവിടെ നമുക്ക് ഒരുക്കിയ ഈ വലിയൊരു സംവിധാനം, ഇതൊക്കെ നമ്മളൊരു TV അവാർഡ് ഷോയിലൊക്കെ കാണുന്ന പോലെ അത്രയും പകിട്ടോടുകൂടി നമ്മളിലേക്ക് എത്തിക്കാൻ സാധിച്ചു. നിയോ ക്ലാസിക് ക്രൂസ് ആൻഡ് ടൂർസിന്റെ ക്ലാസിക് ഇംപീരിയൽ കപ്പലിലായിരുന്നു യാത്ര. 24-ന്റെ പ്രേക്ഷകർ കണ്ണൂരിൽ നിന്നും കാസർഗോഡ് നിന്നൊക്കെ വന്നേക്കുന്ന ആൾക്കാർ ഈ വെസലുണ്ട്. ഇത് ഒരു 4 മണിക്കൂർ ട്രിപ്പാണ് ഇപ്പോൾ നമ്മൾ പോകുന്നത്. ഏറ്റവും വലിയ സന്തോഷം ശ്രീകണ്ഠൻ നായർ സാറിൻ്റെ വൈഫുണ്ട്. 24-ൽ കൂടെ പ്രേക്ഷകർ കണ്ടപ്പോൾ നമുക്ക് ഒരുപാട് എൻക്വയറീസും ഒക്കെ ഞങ്ങൾക്ക് വന്നിട്ടുണ്ട്. അതിൽ ഒത്തിരി സന്തോഷം. Everybody feel it, come around with the rhythm, this is sound. Everybody get down when we give it to you. Everybody feel it, come around with the rhythm, this is sound. Everybody get down when we give it to you. കപ്പലിനുള്ളിലെ നൃത്ത സംഗീത വിരുന്നും DJ പാർട്ടിയും യാത്രയുടെ പ്രധാന ആകർഷണമായിരുന്നു.
4 മണിക്കൂർ നീണ്ട യാത്രയ്ക്കൊടുവിൽ മനസ്സ് നിറഞ്ഞാണ് പ്രേക്ഷകർ ഇറങ്ങിയത്. 24 കൊച്ചി. അപ്പോൾ അത് ഗംഭീരമായി. അതെ, നമ്മുടെ ഒരു ഫാമിലിയാണ്. മാത്രമല്ല നമ്മുടെ ഹരിഗോവിന്ദിന്റെ സ്പീച്ച് കണ്ടോ, വളരെ നല്ല വാക്കുകൾ ഉപയോഗിച്ച്. അപ്പോൾ ഒരു അവതാരകനാകാനുള്ള ഒരു സാധ്യതയൊക്കെ ഉണ്ട് എന്ന് തോന്നുന്നു കേട്ടിട്ട്. ഒരു കൈ നോക്കാവുന്നതാണ്. അതുപോലെ തന്നെ നമ്മുടെ നിയോ ക്ലാസിക് ക്രൂയിസ് ആൻഡ് ടൂർസിന് അവർക്കൊരു പ്രത്യേക നന്ദി. നമ്മുടെ പ്രേക്ഷകരെ ഇങ്ങനെ കൂട്ടിയിണക്കി മനോഹരമായ സന്ധ്യ. ഗംഭീരം. എന്നാൽ അതൊരു സമഗ്രമായ പാക്കേജായിരുന്നു. ഈ പറയുന്ന രീതിയിൽ കലയും കായിക വിനോദവും കായികമുണ്ടായില്ല അല്ലേ? കായികമില്ല, കല, ഭക്ഷണം, കടല്, എന്താ അധികം അല്ലേ? അതെ. അപ്പോൾ ഇനി അത്തരത്തിലുള്ള മനോഹരമായ സംരംഭങ്ങൾക്ക് വേണ്ടി നമ്മൾ കാത്തിരിക്കുകയാണ്. ഉണ്ടാവും. സമയം 8 മണി കഴിഞ്ഞ് 15 മിനിറ്റ് 23 സെക്കൻഡാണ്. പ്രിയപ്പെട്ട പ്രേക്ഷകർ, നമുക്ക് നോക്കാം.